ഒക്ടോബർ 20 തിങ്കളാഴ്ചയാണ് ദീപാവലി. രാവണ നിഗ്രഹത്തിന് ശേഷം ശ്രീരാമചന്ദ്രനും പരിവാരങ്ങളും തിരികെ അയോധ്യയിലേക്ക് മടങ്ങി വന്നപ്പോൾ വിളക്കുവെച്ച് ജനം സ്വീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ദീപാവലി എന്നാണ് വിശ്വാസം. മഹാവിഷ്ണു നരകാസുരനെ വധിച്ച ദിവസമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നവരുണ്ട്. വിളക്കുവെച്ചും പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തും ആഘോഷിക്കുന്ന ദീപാവലി ദിവസം വിശ്വാസികളെ സംബന്ധിച്ച് നിരവധി പ്രത്യേകതകളാണുള്ളത്. വടക്കേ ഇന്ത്യയിൽ ദീപാവലി 5 ദിവസം നീളുന്ന വലിയ ആഘോഷമാണ്. ഒക്ടോബർ 18 മുതൽ ദീപാവലി ആഘോഷങ്ങൾക്ക് തുടക്കം. കേരളത്തിൽ ദീപാവലി ഒറ്റ ദിവസം മാത്രമാണ് ആഘോഷിക്കുന്നത്. ഒക്ടോബർ 20 തിങ്കളാഴ്ചയാണ് ഇത്തവണത്തെ ദീപാവലി. ഈ ആഘോഷത്തിനോടനുബന്ധിച്ച് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടുന്നതിനായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ദീപാവലിയുടെ തലേ ദിവസം വീട്ടിലും ജോലിസ്ഥലത്തും അടിച്ചുവാരി വൃത്തിയാക്കി തുളസി ജലം തളിച്ച് ശുദ്ധിയാക്കണം. വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയെ ഭക്തർ വരവേൽക്കുന്ന പ്രധാന വാതിൽ പൂർണ്ണമായും വൃത്തിയാക്കിയിരിക്കണം. ചിലർ ലക്ഷ്മി ദേവിയുടെ കാൽപ്പാടുകളുടെ കോലം വരച്ചിടാറുണ്ട്. ഇത്തരത്തിൽ ചെയ്യുന്നത് ഐശ്വര്യദായകവും രോഗങ്ങളകലാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ദീപാവലി ദിവസത്തിൽ ഭക്തർ ഐശ്വര്യത്തിനായി ദേവി മഹാത്മ്യം ചൊല്ലുന്നത് ഉചിതമാണ്. മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നതും നല്ലതാണ്. ലക്ഷ്മി ദേവിക്ക് കൽക്കണ്ടവും മുന്തിരി പോലെ പഴങ്ങളും നേദിച്ച് അനുഗ്രഹം നേടാം. ഇതോടൊപ്പം വിളക്കുകൾ കത്തിച്ച് ദേവിയെയും ഗണപതിയെയും പ്രാർത്ഥിച്ചാൽ ഐശ്വര്യം നേടുകയും രോഗദുരിതങ്ങൾ അകലുകയും ചെയ്യുമെന്നാണ് ആചാര്യന്മാർ പറയുന്നു.